നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകൾക്ക് ആശ്വാസം. പുനരധിവാസ ഗ്രാമത്തിന്റെ ഒന്നാം ഘട്ടം ഈ മാസം തുറക്കും. 4 ബഡ് സ്കൂളുകൾ MCRC നിലവാരത്തിലേക്ക്. തൃശൂർ അരിമ്പൂരിലെ കുടിവെള്ള പദ്ധതി നടപ്പായില്ല. ജലശുദ്ധീകരണശാല മറ്റൊരിടത്തെ കട്ടിമറിച്ചതായി ആരോപണം. പഞ്ചായത്തിലെ LDF ഭരണസമിതി പ്രതിക്കൂട്ടിൽ. പത്തനംതിട്ട GNG തട്ടിപ്പിനിരയായവർ പ്രക്ഷോഭരംഗത്ത്. ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. ഉടമകളുടെ വീടിന് മുന്നിൽ നിക്ഷേപകരുടെ യോഗം. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഉടമകൾ. വ്യത്യസ്തമായി കോന്നിയിലെ മുണ്ടൻകോട്ട് പടയേന്തി. ജാതിമത ഭേദമില്ലാതെ കല്ലേലി അപ്പൂപ്പനെ ആരാധിക്കാനെത്തി നിരവധി പേർ. പട്ടാമ്പിയിലെ പൂരപ്രേമികൾക്ക് ആവേശമായി കൈപ്പുറത്ത് ചവിട്ടുകളി. സകലമാന കേരളത്തിലേക്ക് വിശദമായി കടക്കുകയാണ്. ആദ്യം പോകുന്നത് കാസർകോട്ടേക്കാണ്. കാസർകോട് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. ഫെബ്രുവരി അവസാന വാരത്തോടെ കേന്ദ്രം തുറന്നു നൽകും. ജില്ലയിലെ 4 ബഡ് സ്കൂളുകൾ MCRC നിലവാരത്തിലേക്ക് ഉയർത്താനും തീരുമാനമായി. കാസർകോട്ടെ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമ പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. 2022 മെയ് മാസത്തിൽ നിർമ്മാണത്തിന് തുടക്കമിട്ട പദ്ധതിക്ക് 4,89,00,000 രൂപയുടെ ഭരണാനുമതിയും 4,45,00,000 രൂപയുടെ സാങ്കേതികാനുമതിയുമാണ് അനുവദിച്ചിരുന്നത്. 25 ഏക്കർ സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്ക്, കൺസൾട്ടിംഗ് ആൻഡ് ഹൈഡ്രോളജി ബ്ലോക്ക് എന്നിവയാണ് പുനരധിവാസ ഗ്രാമ പദ്ധതിയിൽ ഒന്നാം ഘട്ടത്തിൽ തുറന്നുകൊടുക്കുക. ഫെബ്രുവരി അവസാന വാരത്തോടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. 25 ഏക്കർ സ്ഥലവും ഇതിനായിട്ട് ലഭ്യമാക്കി. ഞാൻ ചാർജ് എടുത്ത ശേഷം മുറിയാത്ത സ്ഥലം സന്ദർശിക്കുമ്പോൾ അതൊരു മൊത്തമായിരുന്നു. ഇപ്പോൾ നമുക്കത് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടം ഹൈഡ്രോതെറാപ്പി യൂണിറ്റും ക്ലിനിക്കൽ സൈക്കോളജി ബ്ലോക്കുമാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിലെ 10 പഞ്ചായത്തുകളിൽ നിലവിലുള്ള ബഡ് സ്കൂളുകളെ MCRC-കളായി ഉയർത്തുകയാണ്. 5 ബെഡ്റൂമുള്ള 4 വാർഡുകൾ, ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ടോയ്ലറ്റ്, പൂന്തോട്ടം മുതലായവയാണ് ഫോസ്റ്റർ കെയർ ഹോമിൽ ആദ്യഘട്ടത്തിൽ ഒരുക്കുക. കൂടാതെ അടുക്കള, റിക്രിയേഷൻ റൂം, ലൈബ്രറി, വൊക്കേഷണൽ ഫെസിലിറ്റി, ഫിസിയോതെറാപ്പി സെന്റർ, ജോബ് കോച്ച് സെന്റർ എന്നിവയും സജ്ജമാക്കും. പുനരധിവാസ ഗ്രാമത്തിന്റെ പ്രവർത്തനത്തിനുള്ള ദൈനംദിന ഫണ്ടിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികളെയും വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ടുകളെയും ഉപയോഗപ്പെടുത്തും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. ഒരു ജില്ലയിലെ എല്ലാ കുടുംബങ്ങളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലയായി വയനാട്. കേരളത്തിലെ ഏക ആസ്പിറേഷണൽ ജില്ലയായ വയനാട്ടിൽ പുതിയതായി 2 ലക്ഷം പേരെ കൂടി ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സുരക്ഷാ പദ്ധതി പൂർത്തീകരിച്ചത്. അർഹരായ എല്ലാ കുടുംബങ്ങളെയും സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് സുരക്ഷ 2023. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങളിലെയും ഒരാളെയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ജീവൻ, അപകട ഇൻഷുറൻസ് പദ്ധതികളായ PMSBY, PMJJBY എന്നിവയിൽ ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജില്ലാ ഭരണകൂടം, ഭാരതീയ റിസർവ് ബാങ്ക്, നബാർഡ്, ലീഡ് ബാങ്ക്, മറ്റു ബാങ്കുകൾ എന്നിവർ സംയുക്തമായാണ് സുരക്ഷ 2023 പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. സുരക്ഷാ പദ്ധതിയിലൂടെ വർഷത്തിൽ വെറും 20 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും 436 രൂപയ്ക്ക് 2 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസും ലഭ്യമാക്കാൻ സാധിക്കും. വളരെയധികം അഭിമാനകരമായ ഒരു നിമിഷമാണ്. നാടിനാകെ വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. ഒരു പൊതുനന്മയെ മുൻനിർത്തി വളരെ ഉദാത്തമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ വയനാട്ടിലെ ജില്ലയിലെ ബാങ്കിംഗ് മേഖലയിലും ഇതര ഗവൺമെന്റ് മേഖലയിലും സാമൂഹ്യ സന്നദ്ധ സംഘടനകളും ചേർന്ന് ഇവിടെ സാധ്യമാക്കിയിരിക്കുന്ന സമ്പൂർണ്ണമായ
സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഈ ഒരു സമ്മോഹനമായ മുഹൂർത്തം. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിലും നബാർഡിൻ്റെ നേതൃത്വത്തിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലും പൊതു സമൂഹം എന്ന രീതിയിൽ പൊതുപ്രവർത്തകരും ഒന്നിച്ച് ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് മാത്രമാണ് നമുക്കിത് സാധിക്കാനായത്. 2023 ജനുവരിയിലാണ് സുരക്ഷാ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമാകുന്നത്. 2016 മുതൽ കേന്ദ്ര സർക്കാർ നടത്തിവന്നിരുന്ന ഈ പദ്ധതികളിൽ സുരക്ഷാ ക്യാമ്പയിൻ 2023 ആരംഭിക്കുമ്പോൾ 1,60,000 പേരാണ് ജില്ലയിൽ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത്. നിലവിൽ 2 ലക്ഷം പേരെ കൂടി അധികമായി സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. നബാർഡിന്റെ കീഴിലുള്ള ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഫണ്ടിന്റെ ശരിയായിട്ടുള്ള ഉപയോഗം നടത്തിയിട്ടുള്ള ഡിസ്ട്രിക്റ്റുകളിലൊന്നാണ്. അതിന്റെ പ്രയോജനം വളരെയധികം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് ഉപയോഗിച്ച് കൂടുതൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കൂടുതൽ ആൾക്കാരെ ഈ സ്കീമിന്റെ കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നബാർഡിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഒരു നേട്ടം, അതായത് എല്ലാ കുടുംബങ്ങളെയും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ PMSBY JJBYയിൽ ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ തന്നെ ഒരു ജില്ലയായിട്ടാണ് വയനാട് മാറുന്നത്. ഇതിന് സപ്പോർട്ട് നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സുരക്ഷാ പദ്ധതി പൂർത്തീകരിച്ചതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൽപ്പറ്റ ഹരിതഗിരി ഹോട്ടലിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് എന്നിവർ നടത്തി. പദ്ധതിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ ജില്ലയിലെ ബാങ്ക് മേധാവികളുടെ യോഗങ്ങളും ചേർന്നു. ന്യൂസ് 18 വയനാട്. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള ജലശുദ്ധീകരണശാല നടപ്പായില്ല. LDF ഭരണസമിതി ഇടപെട്ട് പദ്ധതി മറ്റൊരിടത്തേക്ക് അട്ടിമറിച്ചതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഈ ജലസംഭരണിക്ക് സംരക്ഷണ ഭിത്തി പോലും നിർമ്മിച്ചിട്ടില്ല. ഇത് വഴിയാത്രക്കാരെയും ആശങ്കയിലാക്കുന്നുണ്ട്. അരിമ്പൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ പെരുമ്പുഴ പാടശേഖരത്തിൽ 2014 സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് തുടക്കമിട്ടത്. 2,38,00,000 രൂപ ചെലവിൽ കുളം സംരക്ഷണവും 2 കിണറും ഫിൽറ്ററിംഗ് പ്ലാന്റ് സ്ഥാപിച്ച് ശുദ്ധജല വിതരണവുമായിരുന്നു ലക്ഷ്യം. ഇതിനു മുന്നോടിയായി പാടശേഖരത്തിലുണ്ടായിരുന്ന കുളം വൃത്തിയാക്കി ചുറ്റും ഭിത്തി കെട്ടി ബലപ്പെടുത്തി. പദ്ധതിക്കായി 61 ലക്ഷം രൂപ വാട്ടർ അതോറിറ്റിക്ക് ഡെപ്പോസിറ്റും നൽകി. മൊത്തം 81 ലക്ഷം രൂപ ചെലവഴിച്ചു. തുടർന്ന് അരിമ്പൂർ പഞ്ചായത്തിൽ LDF ഭരണസമിതി അധികാരത്തിൽ വന്നു. ഇതോടെ പദ്ധതി പ്രദേശത്തെ വെള്ളത്തിൽ വിഷാംശമുണ്ടെന്ന് പറഞ്ഞ് പദ്ധതി അട്ടിമറിച്ച് എറവ് കപ്പൽ പള്ളിക്ക് മുന്നിലെ ചാലുകുളത്തിലേക്ക് മാറ്റിയെന്നാണ് ആരോപണം. രാഷ്ട്രീയ പ്രേരിതമായി ഇത് വിവിധ കാരണങ്ങളാൽ പറയുന്നത് ഇതിലത്തെ വെള്ളം കുടിക്കാൻ യോഗ്യമല്ല, വിഷാംശമുണ്ട്, അതുപോലെ തന്നെ റോഡ് വികസനത്തിന് തടസ്സമായി എന്നുള്ളതൊക്കെയാണ്. റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം വിട്ടുകൊണ്ടാണ് നമ്മൾ കുളം നവീകരിക്കുകയും അതുപോലെ തന്നെ ഫിൽറ്റർ പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശുദ്ധമായ വെള്ളം തന്നെ കൊടുക്കാനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. ഇത് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഈ തൃശ്ശൂർ ജില്ലയുടെ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ കോൾ മേഖലയോട് ചേർന്ന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുകയാണ്. അവരെല്ലാവരും ഈ കിണറുകളിൽ നിന്ന് തന്നെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ആരും ഫിൽറ്റർ പ്ലാന്റ് ഉപയോഗിച്ചിട്ടൊന്നല്ല. എന്നിരുന്നാലും നമ്മളത് ആധുനിക രീതിയിൽ ഫിൽറ്റർ പ്ലാന്റ് ഉപയോഗിച്ചുള്ള 1ാം ഘട്ടം ആരംഭിച്ച സമയത്താണ് ഭരണമാറ്റം ഉണ്ടായത്. തുടർന്ന് രാഷ്ട്രീയ പ്രേരിതമായി മാത്രം എന്നെ എടുത്തു പറയുകയാണ്. അല്ലാണ്ട് ഇതിൻ്റെ നുണപ്രചാരങ്ങൾ വെള്ളത്തിൻ്റെ വിഷാംശമുണ്ട് അല്ലെങ്കിൽ റോഡ് വികസനം തടസ്സമാകുന്നൊക്കെ വെറും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇതോടുകൂടി മാറ്റി. 70 സെന്റ് സ്ഥലത്താണ് കപ്പൽ പള്ളിക്ക് മുൻപിൽ പള്ളിക്കുളം എന്നറിയപ്പെടുന്ന ചാൽക്കുളം സ്ഥിതി ചെയ്യുന്നത്. എറവ് കൈപ്പള്ളി അകമ്പാടത്ത് നിന്നുമുള്ള ഓവുചാലിലൂടെയാണ് ഇവിടേക്ക് വെള്ളമെത്തുക. വെള്ളത്തിൽ വിഷാംശമുള്ളതിനാലും സംസ്ഥാന പാതയ്ക്ക് കുളം മൂലം ബലക്ഷയം സംഭവിക്കാനിടയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിക്കപ്പെട്ടതെന്നും ഇവർ പറയുന്നു. ഇതുമൂലം വാട്ടർ അതോറിറ്റിയിലടച്ച ജില്ലാ പഞ്ചായത്ത് വിഹിതമായ 50 ലക്ഷവും പഞ്ചായത്തിന്റെ കയ്യിൽ നിന്നും കൊടുത്ത 10 ലക്ഷവും അടക്കം 60 ലക്ഷം രൂപയും നഷ്ടമായി. ഒരു ഗുണമുണ്ടായത് ഞങ്ങൾക്ക് ഈ കരക്കേക്ക് ഈ കുഴി കുത്തി ഇതിൽ വെള്ളമായതിനു ശേഷം കരക്കേക്ക് വെള്ളത്തിന് ഇപ്പോൾ ക്ഷാമം വന്നിട്ടില്ല. പക്ഷെ ആ ഒരു പദ്ധതി ഇവിടെ ആർക്കും ഇല്ലാണ്ട് ഇവിടെ എടുക്കുകയാണ്. ഇത്ര കൊല്ലങ്ങളായിട്ട് 9 വർഷമായിട്ട് ഒരു വലിയൊരു പൊക്കറിന് പോലെ കുഴി കുത്തിയിട്ട് ഇവിടെ നോക്കും. ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നോക്കും, മെയിൻ റോഡും ഈ ഭിത്തിയും തമ്മിൽ ആകെ വളരെ നിസ്സാര അകലം മാത്രമല്ല. ഒരു ചെറുതായിട്ട് വണ്ടി ഒന്ന് പാളി പോയി അതിലേക്ക് പോകും. ഒരു 9 അടി 10 മീറ്ററോളം താഴെ ഉണ്ട് സാധനം. അത്രയും കുഴിയുള്ള സ്ഥലത്തേക്ക് വണ്ടി ഒരെണ്ണം പോയി കഴിഞ്ഞാൽ കിട്ടൂല. അത് തന്നെയല്ല, ഞങ്ങൾക്ക് വണ്ടിക്കാർക്ക് ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു സംരക്ഷണ ഭിത്തിയെങ്കിലും കെട്ടി അതൊരു എന്തെങ്കിലും ഒരു നടക്കണമെന്ന് ഞങ്ങൾ പറയണത്. റോഡരികിലെ അപകടക്കെണി ഒരുക്കുന്ന കുളം ഇപ്പോഴും അധികാരികളുടെ കണ്ണിൽ പതിയുന്നില്ല.
വാഹനങ്ങൾ ചീറിപ്പായുന്ന പാതയോരത്തുള്ള അപകടക്കെണിയൊരുക്കുന്ന ഈ ജലസംഭരണിക്ക് സംരക്ഷണ ഭിത്തി കെട്ടാൻ PWD അധികൃതർ മുതിരുന്നുമില്ല. സംസ്ഥാന പാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾ ജലസംഭരണിയിലേക്ക് പതിച്ചാൽ വലിയ അപകടമുണ്ടാകും. ന്യൂസ് 18 തൃശൂർ. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളുമുണ്ട്. കലാ, സാംസ്കാരിക, സിനിമാ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയാണ് കേരളത്തിലെ പല ടൂറിസം കേന്ദ്രങ്ങളെയും പിന്നോട്ടടിപ്പിക്കുന്നത്. മതിയായ റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്തത് വിനോദസഞ്ചാരികളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം പരിമിതികളെ മറികടക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. പാലാ MLA മാണി സി കാപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലാ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലും. വളരെയേറെ ടൂറിസത്തിന് സ്കോപ്പുള്ള, നാളുകളിൽ ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ വരാവുന്ന, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറാൻ പോകുന്ന 2 സ്ഥലങ്ങളാണ് ഇല്ലിക്കക്കല്ലും ഇലവിഴ പൂഞ്ചിറയും. അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. ഇത് ഇലവിഴ പൂഞ്ചിറയിലേക്കുള്ള റോഡിന്റെ തുടക്കമാണ്. 10-12 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത വളരെ ദയനീയമായ സ്ഥിതിയിൽ കിടന്ന 5.5 കിലോമീറ്റർ റോഡാണ് ഇന്ന് അന്താരാഷ്ട്ര ലെവലിൽ ടാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഉപതെരഞ്ഞെടുപ്പിന് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഇവിടെ നിന്നും 5.5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ജീപ്പുകാർ വാങ്ങിച്ചിരുന്നത് 1500 രൂപയാണ്. പലരും കൂടി ഷെയർ ചെയ്താണ് അവർ യാത്ര ചെയ്തിരുന്നത്. അതിൽ നിന്നും മാറി ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് ചാടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്, ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക്. ആ റോഡ് ഇത്രയും ഭംഗിയായി വന്നു കഴിഞ്ഞു. റോഡുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ മേലുകാവ് കാണാം. റോഡൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? എവിടുന്നാ വരുന്നത് നിങ്ങള്? കായംകുളം. ഇപ്പൊ എത്ര രാവിലെ തന്നെ എത്തി? ഇതെങ്ങനെയാ അതിനിങ്ങനെ ടൂറിസ്റ്റ് സ്റ്റേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടാണ് ഈ സ്പോട്ടിൽ വന്നത്. അടിപൊളി സ്ഥലമാണ്. ഇല്ല ആദ്യമായിട്ടാണ്. വൈപ്പിൻ, എറണാകുളം. പണി തുടങ്ങിയിട്ട് 10-12 വർഷമായിരുന്നു. 2019 നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് 56 വന്ന പിന്നെയാണ് വഴി നല്ല രീതിയിൽ പണിത് എല്ലാ ടൂറിസ്റ്റുകൾക്കും വരാവുന്ന കണ്ടീഷനായി. ടൂറിസ്റ്റുകൾ വർഷം പോലെ വരുന്നുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ച് ടൂറിസത്തിന് ഏക സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടത്ര വികസിപ്പിച്ചെടുക്കുന്നുണ്ടോ എന്ന സംശയം എനിക്ക് ബാക്കി നിൽക്കുന്നു. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള കേരളത്തിൻ്റെ ടൂറിസം മേഖല വികസിപ്പിച്ചെടുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. അതിദ്രാവിഡ ഗോത്ര സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ആരാധന നിലനിൽക്കുന്ന ക്ഷേത്രമാണ് പത്തനംതിട്ട കോന്നി അരിവാപ്പാലം മുണ്ടൻകോട്ടുമല. ജാതിമത വിശ്വാസങ്ങൾക്കപ്പുറം എല്ലാവരും ഒത്തുചേരുന്ന ക്ഷേത്രത്തിന്റെ ആരാധനാമൂർത്തി കല്ലേലി അപ്പൂപ്പനാണ്. മലകളെ വിളിച്ച് ആരാധിക്കുന്നതും പൂജിക്കുന്നതുമാണ് ഇവിടുത്തെ പ്രധാന രീതി. കാണാം മുണ്ടൻകോട്ടുമലയിലെ പടയേന്നി ഉത്സവം. സാധാരണ ക്ഷേത്രങ്ങളിലെ ആരാധനകളിലും പൂജകളിലും നിന്നും വ്യത്യസ്തമായാണ് മലകളെയും പ്രകൃതിയെയും ആരാധിക്കുന്ന ആദി ദ്രാവിഡ ഗോത്ര സങ്കല്പങ്ങൾ നിലനിൽക്കുന്ന അപ്പൂപ്പൻകാവുകളിലെ ആരാധന. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം പുളിഞ്ചാണി മുണ്ടൽക്കോട്ട് കല്ലേലി അപ്പൂപ്പൻ ക്ഷേത്രത്തിലെ ആരാധനയും അത്തരത്തിലുള്ളതാണ്. പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആരാധനാക്രമങ്ങളാണ് നൂറ്റാണ്ടുകളായി ഇവിടെ തുടരുന്നത്.
ആരാധനയിലും പൂജകളിലും വ്യത്യസ്തത പുലർത്തുന്നു. കാർഷിക വിളകൾ, നെല്ല്, കരിക്ക്, താമ്പൂല സമർപ്പണം എന്നിവയാണ് ഭക്തർ മലയുടെ അധിപനായ കല്ലേലി അപ്പൂപ്പന് കാണിക്കയായി സമർപ്പിക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേരുന്ന കാഴ്ച. ആദ്യ വിളവുകൾ ഇവിടെ സമർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. കോഴി, താമ്പൂലം, അതുപോലെ തന്നെ കള്ള്, പൂജാദ്രവ്യങ്ങളൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വഴിപാടിലെന്ന് പറയുന്നത്. അതെല്ലാം അതിലുപരി ഇത് മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സംഗമ സ്ഥാനമാണ് മുണ്ടൻകുട്ട് എന്ന് പറയുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഒന്നിച്ചു ചേർന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മുണ്ടൻകുട്ട് ഗുരുദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രധാന ഉത്സവത്തിന് പടേനിയാണ് സമർപ്പിക്കുന്നത്. നാടിന്റെയും ഭക്തരുടെയും പ്രയാസങ്ങളും സന്തോഷങ്ങളും മുഖ്യകാർമ്മിയായ ഊരാളി കച്ചകെട്ടി തലയിൽ തൊപ്പിവെച്ച് പ്രാർത്ഥനയോടെ മലയെ വിളിച്ച് അപ്പൂപ്പനിൽ അർപ്പിക്കുന്നു. ഈ അടുത്ത് കിടക്കുന്ന കരയിലുള്ള ആളുകളെല്ലാം പെട്ടെന്നൊരു കാര്യം പറഞ്ഞ് എൻ്റെ അപ്പൂപ്പ എന്ന് വിളിച്ചിട്ട് അവരെന്തെങ്കിലും ഒരു വഴിപാട് പറയും. ആ വഴിപാടാണ് ഈ മലയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് താമ്പൂല സമർപ്പണവും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ കള്ളോ എല്ലാം വെച്ച് അങ്ങനെയുള്ള സമർപ്പണങ്ങളാണ് അവരുടെ പെട്ടെന്നുള്ള ആദിയിൽ അവർക്ക് തോന്നുന്ന ഒരു വഴിപാടായിട്ട് അവർ അപ്പൂപ്പനെ വിളിച്ച് പറയുന്നതാണ്. ഒരു ഗ്രാമത്തിലെ എല്ലാ മതവിശ്വാസികളും പടേനിക്കെത്തുന്നു എന്നതാണ് അരുവാപ്പുല മുണ്ടൻകോട്ടുമലയിലെ പ്രത്യേകത. ആരാധനയ്ക്കപ്പുറം ജാതിമത ചിന്തകളില്ലാതെ പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആരാധന രീതിയാണ് ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. പൂരപ്രേമികൾക്ക് ആവേശമായി പട്ടാമ്പിയിൽ ചവിട്ടുകളി അരങ്ങേറി. കൈപ്പുറം ചിന്നവതിക്കാവ് പൂരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചവിട്ടുകളി. അന്യം നിന്നു പോകുന്ന കലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനപതി കലാസ്വാദക കൂട്ടായ്മയാണ് ചവിട്ടുകളി അവതരിപ്പിച്ചത്. പാലക്കാട് ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമുള്ള കലാകാരന്മാർ ചവിട്ടുകളിയിൽ ചുവടുവെച്ചപ്പോൾ പട്ടാമ്പി കൈപ്പുറം ഗ്രാമത്തിന് ദൃശ്യാനുഭവമായി. മുൻകാലങ്ങളിൽ ചിനവതിക്കാവിൽ പൂരത്തിന് ശേഷം സ്ഥിരമായി ചവിട്ടുകളി നടക്കാറുണ്ടായിരുന്നു. കുറെ കാലമായി അന്യനിന്ന കലയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൈപ്പുറത്തെ ചവിട്ടുകളി കലാസ്വാദക കൂട്ടം ജനപതിയാണ് 4 വർഷം മുൻപ് ചവിട്ടുകളിയുമായി സജീവമായത്. ഈ കലയിൽ നമ്മുടെ നാട്ടിലെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഓരോ വിഷയങ്ങളും, അതുപോലെ തന്നെ അവരുടെ ജോലി സമയത്തുള്ള നേരം പോക്കിൻ്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെട്ട എല്ലാ കാര്യങ്ങളും പാട്ടിലൂടെ, അതുപോലെ അവരുടെ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ എല്ലാം ആ കാലത്തും അവർ പാട്ടിലൂടെയാണ് പ്രകടിപ്പിച്ചിരുന്നത്. ഈ ഒരു കൂട്ടായ്മ, ജനപതി എന്ന കൂട്ടായ്മയാണ് ഈ 4ാമത്തെ വർഷമാണ് ഇപ്പോൾ ചിന്നവതിക്കാവിൽ ഈ കൂട്ടായ്മ. പാട്ടുപാടിയും എതിർപ്പാട്ടുപാടിയും പൊടിപാറ്റി ചവിട്ടിപ്പാടിയുമെല്ലാം കലാകാരന്മാർ ചവിട്ടുകളിൽ ചുവടുവെച്ചു. സമകാലിക വിഷയങ്ങളും കളിക്കാർ പാട്ടിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചു. ക്ഷേത്രപ്രവേശനമില്ലാത്ത കാലഘട്ടത്തിൽ അടിസ്ഥാനവർഗം തൻ്റെതായ അധ്വാനത്തിൻ്റെ ബലത്തിൽ പരസ്പരം പറഞ്ഞും പാടിയും അവതരിപ്പിച്ച ഒരു കലയാണ് ചവിട്ടുകളി. ഈ 2 ജില്ലയുടെ വെട്ടത്തുനാടിൻ്റെയും വെള്ളുവനാടിൻ്റെയും തനത് കലാരൂപം ചവിട്ടുകളിയാണ്. ഈ ചവിട്ടുകളിയിൽ നിന്നാണ് ബാക്കിയുള്ള കലാരൂപങ്ങളൊക്കെ ഉടലെടുത്തുണ്ടാവുക. 90% അതിനാണ് സാധ്യത. ചവിട്ടുകളിക്ക് രാവോ പകലോ അച്ഛനോ മകനോ ഇല്ല. അതിന് പാട്ടും കളിയും തന്നെയാണ്. തൻ്റേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശത്രു ആയാലും ജന്മി ആയാലും കുമ്പരാനായാലും വിളിച്ചു പറഞ്ഞ് പാടി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ചവിട്ടുകളി. ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവ് തങ്കമ്മ, 50 വർഷത്തിലധികമായി ശാസ്താംപാട്ട് കലയിൽ സജീവമായ രാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. രാവിലെ ആരംഭിച്ച ചവിട്ടുകളി ഉച്ചവരെ നീണ്ടു. ന്യൂസ് 18 പട്ടാമ്പി. ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. കൊല്ലം പ്രയാർ
RVSM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിച്ച സംസ്ഥാനതല ക്വിസ് മത്സരം ഇൻക്വിസിറ്റോ 2024 സമാപിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും 64 ടീമുകൾ പങ്കെടുത്തു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ മിഥുൻ നായർ, വൈഷ്ണവ് ദേവ് എന്നിവർ ചാമ്പ്യന്മാരായി. ആലപ്പുഴ മാവേലിക്കര താലൂക്കിലെ ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 15 വ്യാഴാഴ്ച കാർത്തികപ്പള്ളി താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ ഉത്തരവായി. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടത്തുകയും ചെയ്യും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 150ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. ആലപ്പുഴ കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 17 നാളെയും മറ്റന്നാളും അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 16 വഴി പോകണം. സ്പോർട്സ് കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമികളിലേക്കുള്ള കായിക താരങ്ങളുടെ ജില്ലാ സെലക്ഷൻസ് ട്രയൽസ് ഫെബ്രുവരി 14 രാവിലെ 8:30 കൽപ്പറ്റ MK ജിനചന്ദ്രൻ ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കും. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുമായി ഗ്രൗണ്ടിലെത്തണം. നാഷണൽ ആയുഷ് മിഷന് കീഴിൽ വിവിധ പ്രൊജക്ടുകളിലായി GNM നഴ്സ്, യോഗ ഇൻസ്ട്രക്ടർ, ഒപ്റ്റോമെട്രിസ്റ്റ്, ആയുർവേദ തെറാപ്പിസ്റ്റ് തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. താൽപര്യമുള്ളവർ അപേക്ഷകൾ ഫെബ്രുവരി 22 വൈകുന്നേരം തപാൽ മുഖേനയോ നേരിട്ടോ അഞ്ചുകുന്ന് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി ഓഫീസിൽ നൽകണം. ഹരിതകർമ്മ സേനയുടെ കാര്യശേഷിയും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനും സംഘടിപ്പിക്കുന്ന ത്രിദിന പരിശീലനം വയനാട് സുൽത്താൻ ബത്തേരിയിൽ തുടങ്ങി. കിലയുടെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി ടൗൺഹാളിൽ നടക്കുന്ന പരിശീലനം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ LC പൌലോസ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക തിന്മയ്ക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി വിമൻ ഇന്ത്യ മൂവ്മെന്റ് വയനാട് ജില്ലാ കമ്മിറ്റി പകൽ നാളം സംഘടിപ്പിച്ചു. മാനന്തവാടിയിൽ നടന്ന പരിപാടിയിൽ പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി നുഫൈസ, വൈസ് പ്രസിഡന്റ് മൈമുന എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജിറിന്റെ അധ്യക്ഷതയിൽ ഫെബ്രുവരി 14 രാവിലെ 11 മുതൽ ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല അദാലത്ത് നടത്തും. 18നും 40നും ഇടയിൽ പ്രായമുള്ളവർക്ക് പരാതികൾ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കാവുന്നതാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി വയനാട് ചെന്നലോട് വാർഡിൽ ഗ്രാമസഭയിലേക്ക് സമാനമായ രീതിയിൽ ഡിജിസഭ സംഘടിപ്പിച്ചു. സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ നിർമ്മൽ ബേബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മറ്റു വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. പത്തനംതിട്ട G&G ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിക്ഷേപകർ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. ഫിനാൻസ് ഉടമകളുടെ വീടിന് മുമ്പിൽ കൂടിയ യോഗത്തിൽ സമരം ശക്തമാക്കാനും തീരുമാനമായി. അതേസമയം ഉടമ ഗോപാലകൃഷ്ണൻ നായർ അടക്കം 4 പ്രതികളും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നൂറുകണക്കിന് ആളുകളാണ് G&G ഫിനാൻസ് ഉടമ ഗോപാലകൃഷ്ണന്റെ വീടിന്റെ മുന്നിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സമരം ശക്തമാകുന്നതിന്റെ ഭാഗമായി 18 ആക്ഷൻ കൌൺസിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. നിയമ പോരാട്ടവും സമരവും ശക്തമാക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസിന്റെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധ നേടി വിദ്യാർത്ഥികൾ. ഇടുക്കി പീരുമേട് പാമ്പാനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ അജയ്, മുകേഷ് എന്നിവരാണ് ഇത്തരത്തിലൊരു മാതൃക നിർമ്മിച്ച് സമർപ്പിച്ചത്. പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അജയും മുകേഷും ദിവാകരനും സ്ഥിരമായി സ്കൂളിലേക്ക് എത്തുന്നത് മുബാരക് എന്ന സ്വകാര്യ ബസ്സിലാണ്. രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്ന ബസ്സിനോട് ഇവർക്ക് കടുത്ത ആരാധനയും. ഇഷ്ടമൂത്ത് വാഹനത്തിന് മാതൃക തീർക്കാൻ മൂവരും തീരുമാനിച്ചു. ഫോറക്സ് ഷീറ്റും കെട്ടുകമ്പിയും ഉപയോഗിച്ചാണ് ബസ്സുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ 1 മാസമെടുത്തു. ഇവർ നിർമ്മിച്ച കുഞ്ഞൻ ബസ്സുകൾ മുബാരക് മോട്ടോർ സർവീസ് ഉടമയ്ക്ക് നൽകി. ഹൈറേഞ്ചിന്റെ പ്രധാന വാഹനമായ ജീപ്പിന്റെ മാതൃകയും മുൻപിവർ നിർമ്മിച്ചിട്ടുണ്ട്. 40 വർഷമായി പീരുമേട് താലൂക്കിന്റെ പലയിടങ്ങളിലായി സർവീസ് നടത്തിവരുന്നതാണ് മുബാരക് ബസ്. കുട്ടികൾ നിർമ്മിച്ച വാഹന മാതൃക ഇഷ്ടമായതോടെ മറ്റൊരു ബസിന്റെ മോഡൽ നിർമ്മിക്കുവാൻ ബസ്സുടമ ഇവരെ ചുമതലപ്പെടുത്തി. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം പൂക്കാട്ടേരി ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 36ാമത് VFA അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിന് വർണ്ണാഭമായ തുടക്കം. പൂക്കാട്ടേരി ട്രാവൽ വിഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റ് രാഷ്ട്രീയ, കായിക, കലാ, സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന പരിപാടികളോടെ ആരംഭിച്ച ടൂർണമെന്റിൽ പ്രദേശത്തെ മുഴുവൻ ക്ലബ്ബ് കൂട്ടായ്മകളും
ഫുട്ബോൾ ആസ്വാദകരും പങ്കെടുത്തു. ഉദ്ഘാടന മത്സരത്തിൽ ശാസ്ത മെഡിക്കസ് KMG മാവൂരും തമ്മിൽ ഏറ്റുമുട്ടി. എറണാകുളം കോതമംഗലം ചെറുവട്ടൂർ UP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ബഷീർ നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ചു. സകലമാന കേരളം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് വൈബ്സിൽ കോവളത്ത് നിന്നും എൽദോ പോൾ പുതുശ്ശേരി ചേരും.